ഇന്ത്യയ്ക്കും UAE-ക്കുമിടയിൽ നിക്ഷേപവും വാണിജ്യവും മെച്ചപ്പെടുത്തുകയെന്ന അജണ്ടയോടെയാണ് ദുബൈയിൽ പ്രത്യേക ഒത്തുചേരൽ നടന്നത്. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ ഒത്തുചേരൽ. UAE അംബാസഡറായി ചുമതലയേറ്റ TP സീതാറാമിന്റെ ദുബൈയിലെ ആദ്യ പൊതുചടങ്ങ് കൂടിയായിരുന്നു ഇത്. ഏഷ്യയിലെ ഏറ്റവും മികച്ച സമ്പദ്ഘടനയുള്ള രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ മുതൽ മുടക്കാൻ UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ വർദ്ധിച്ച താൽപര്യമെടുക്കുന്നതായി യോഗം വിലയിരുത്തി. അതേസമയം ഇന്ത്യയിൽ വൻതുക നിക്ഷേപം നടത്തിയ ഇത്തിസലാത്ത്, ദുബൈ വേൾഡ്, ഏമാർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ചില തിരിച്ചടികൾ നേരിട്ട കാര്യം അംബാസഡർ സൂചിപ്പിച്ചു. നല്ല വാണിജ്യ പങ്കാളിയെ ഇന്ത്യയിൽ ലഭിക്കാതെ വന്നതാണ് ഇതിനു കാരണമായതെന്നും അംബാസഡർ വിശദീകരിച്ചു. ഈ സാഹചര്യത്തിൽ UAE-യിലെ ഇന്ത്യൻ ബിസിനസ് പ്രമുഖർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ UAE കമ്പനികൾക്ക് നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾക്ക് വൻതുക മുതൽ മുടക്കാൻ തയ്യാറായ UAE കമ്പനികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ബന്ധപ്പെട്ടവർ നിർദ്ദേശിച്ചു. ഇരു രാജ്യങ്ങളുടെയും വാണിജ്യ കൂട്ടായ്മകൾ വിളിച്ചു ചേർത്ത് പരസ്പര നിക്ഷേപങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാനും ഒത്തുചേരലിൽ ധാരണയായി. ഇന്ത്യയും UAE-യുമായിട്ടുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ്, വളരെ സുപ്രധാനത ഉള്ള ഒരു ബന്ധമാണ്. അത് ഇതിലും കൂടുതൽ അടുപ്പത്തിലുള്ളതും കൂടുതൽ പ്രാധാന്യത്തിലുള്ളതും ആക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വാണിജ്യ പ്രോത്സാഹന രംഗത്ത് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് ദുബൈയിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷണും അറിയിച്ചു. അടുത്ത 3 വർഷം കൊണ്ട് നിക്ഷേപ രംഗത്ത് വൻ മുന്നേറ്റം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒത്തുചേരലിൽ പങ്കുവച്ചത്. MC നാസർ, മീഡിയ 1, ദുബൈ.